സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള പൊതുസമ്മേളനം സമാപന പൊതുസമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇപ്പോൾ റാലിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിസംബോധന ചെയ്യുകയാണ്. കമലേഷ് തെക്കേക്കാട് കൂടി തത്സമയം ചേരുകയാണ്. കമലേഷ്, വലിയ വിജയമായിരുന്നു. സംസ്ഥാനത്തെമ്പാടും ജനങ്ങളോട് നേരിട്ട് സംവദിച്ച് അവരുടെ ആശയങ്ങളും ആശങ്കകളും ഒക്കെ കേട്ടാണ് ഇപ്പോൾ ഒരു സമാപനത്തിലേക്ക് വാർഷികാഘോഷം എത്തുന്നത്. ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു തുറന്ന വാഹനത്തിൽ. എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകൾ? അസിത, തീർച്ചയായും ആ നിലയിൽ വലിയ ഒരു പ്രചരണ പരിപാടികളുടെ ഭാഗമായി അല്ലെങ്കിൽ സംസ്ഥാനത്തുടനീളം യാത്ര ചെയ്തുകൊണ്ട് 14 ജില്ലകളിൽ ഇത്തരത്തിലുള്ള അവലോകന യോഗങ്ങളും പരിപാടികളും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് അതിന്റെ ഏറ്റവും ഒടുവിൽ ഒരു സമാപനത്തിലേക്ക് ആ പരിപാടി കടക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഈ തിരുവനന്തപുരം ഓവർബ്രിഡ്ജിന് സമീപത്തു നിന്നും റാലിയായി പ്രകടനമായി ഇത് പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി തുറന്ന വാഹനത്തിൽ ഈ പ്രവർത്തകരെ ജനങ്ങളെ ആകെ തന്നെ ഈ പാതക്കിരുവശവും ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ തടിച്ചുകൂടിയിട്ടുള്ള ജനങ്ങളെയാകെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് പോവുകയാണ്. വിജയദശമി മന്ത്രി ശിവൻകുട്ടി, അതുപോലെ തന്നെ ബിജോയി MLA അടക്കമുള്ള മന്ത്രിമാർ ഉൾപ്പെടെയുള്ള MLA ആളുകൾ ഈ റാലിക്കൊപ്പം മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. ശരി കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ റാലി പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കും. ഓവർബ്രിഡ്ജിന് സമീപത്ത് നിന്നാണ്, തിരുവനന്തപുരത്തെ പാളയത്തെ ഓവർബ്രിഡ്ജിന് സമീപത്ത് നിന്നുമാണ് ഇപ്പോൾ ഈ റാലി ആരംഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇതാ തുറന്ന വാഹനത്തിൽ രണ്ട് വശവും റോഡിന് ഇരുവശവും തിങ്ങിക്കൂടി നിൽക്കുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്ത് അഭിവാദ്യം ചെയ്ത് കടന്നു പോകുകയാണ്. സംസ്ഥാനത്തുടനീളം കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി യാത്ര ചെയ്ത് സാധാരണക്കാരായ ആളുകളെ കേട്ട്, പ്രത്യേകം തെരഞ്ഞെടുത്ത വിഭാഗങ്ങളിലെ പ്രതിനിധികളെ കേട്ട്, അവരുടെ ആശങ്കകൾ കേട്ട്, അവരുടെ പുത്തൻ ആശയങ്ങൾ സ്വീകരിച്ച് അതിൽ ഏത് നിലയിലുള്ള ഇടപെടൽ സർക്കാരിന് സ്വീകരിക്കാനാകുമെന്നതിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചും ആലോചിച്ചും അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നീണ്ടുനിന്ന പരിപാടികളുടെ സമാപനം അത് അവസാനത്തിലേക്ക് എത്തുകയാണ്. പുത്തരിക്കണ്ടം മൈതാനത്താണ് അല്പസമയത്തിനകം തന്നെ പൊതുസമ്മേളനം നടക്കുന്നത്. അവിടേക്കാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എത്തുന്നത്. തുറന്ന വാഹനത്തിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് മുഖ്യമന്ത്രി എത്തുന്നു. ആ വാഹനത്തിൽ നമുക്ക് മന്ത്രിമാരായ വി ശിവൻകുട്ടിയെ കാണാം, ഒപ്പം തന്നെ GR അനിലിനെ കാണാം. അവരോടൊപ്പം മുഖ്യമന്ത്രിയും യാത്ര ചെയ്ത് കുറച്ച് സമയത്തിനകം തന്നെ ഈ റാലി പുത്തരിക്കണ്ടം മൈതാനത്ത് എത്തിച്ചേരും. അവിടെ തിങ്ങിക്കൂടി നിൽക്കുന്ന ആളുകൾ ഒരുപാടാണ്. 10 വർഷത്തെ വികസനത്തിന്റെ തുടർച്ചയാണ്. സംസ്ഥാന ചരിത്രത്തിൽ തന്നെ അപൂർവമായി 10 വർഷക്കാലം ഒരു സർക്കാരിന്, ഒരു മുഖ്യമന്ത്രിക്ക് നേതൃത്വം നൽകാനാകുക. ആ സർക്കാരിൻ്റെയും ആ മുഖ്യമന്ത്രിയുടെയും കീഴിൽ നാട് ഒരുപക്ഷെ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ഒരുപാട് പദ്ധതികൾ, വികസന പദ്ധതികളായിക്കോട്ടെ, ക്ഷേമ പദ്ധതികളായിക്കോട്ടെ, അത് വിജയകരമായി പൂർത്തീകരിക്കുക, ഓരോ ആളുകളിലേക്കും എത്തിച്ചേരുക, ആ വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ, ക്ഷേമ പ്രവർത്തനത്തിന്റെ ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാനാകുക, അതൊക്കെ അപൂർവമാണ് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ. അപ്പോൾ അത്തരം അപൂർവതകൾക്ക് നേതൃത്വം നൽകിയ സർക്കാരാണ്. ആ സർക്കാരിനെ ഈ 10 വർഷക്കാലവും നയിച്ച മുഖ്യമന്ത്രിയാണ്. ഇനിയുമുള്ള അടുത്ത തെരഞ്ഞെടുപ്പിലും അടുത്ത 5 വർഷക്കാലവും LDF തന്നെ തുടരും എന്ന ഉറച്ചാത്മവിശ്വാസത്തിൽ അവസാന വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോകുന്ന സർക്കാരും മുന്നണിയുമാണ്. അവർ അവസാന വർഷത്തെ ഈ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള പൊതുസമ്മേളനം, സമാപന സമ്മേളനം അല്പസമയത്തിനകം തന്നെ പുത്തരിക്കണ്ടം മൈതാനത്ത് ആരംഭിക്കുകയാണ്. ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ മണിക്കൂറുകൾ മുൻപ് തന്നെ പുത്തരിക്കണ്ടം മൈതാനത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രി സാധാരണക്കാരായ ആളുകളെ അഭിവാദ്യം ചെയ്ത് തുറന്ന വാഹനത്തിലൂടെ കടന്നു വരികയാണ്. ആ റാലി, വാഹന റാലി അല്പസമയത്തിനകം തന്നെ പുത്തരിക്കണ്ടം മൈതാനത്ത് എത്തിച്ചേരുകയും ചെയ്യും. അതിനുശേഷമാകും പൊതുസമ്മേളനം ആരംഭിക്കുക. ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറയാനുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ നാട് നേടിയ നേട്ടങ്ങൾ, അത്തരം നേട്ടങ്ങളിൽ പോലും സർക്കാരിനെതിരെയും നാടിനെതിരെയും ചില നിലപാടുകൾ സ്വീകരിച്ച പ്രതിപക്ഷം, കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ഇരട്ടത്താപ്പുകൾ, പക്ഷെ അതിനെയൊക്കെ എങ്ങനെ സംസ്ഥാനം മറികടന്നു എന്നുള്ള ദൃഢനിശ്ചയമുള്ള ചുവടുവെപ്പുകൾ, അതൊക്കെയും ജനങ്ങളോട് വിശദീകരിക്കേണ്ടതുണ്ട്. അതിനുകൂടിയാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ ക്യാപ്റ്റൻ ഇപ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ അവിടെ തിങ്ങിക്കൂടിയിട്ടുള്ളത് നമുക്ക് കാണാം. മുഖ്യമന്ത്രിയെ കാണാനും അഭിവാദ്യം അർപ്പിക്കാനുമായാണ് ആളുകളൊക്കെയും അവിടെ ഈ റോഡിന്റെ ഇരുവശത്തുമായി തിങ്ങിക്കൂടിയിരിക്കുന്നത്. അവരെയൊക്കെ കൈവീശി അഭിവാദ്യം ചെയ്തുകൊണ്ട്
മുഖ്യമന്ത്രി ഇതാ പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ഇനിയുള്ള മണിക്കൂറുകൾ എന്തായിരുന്നു കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ സർക്കാർ സമസ്ത മേഖലകളിലും കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി വിശദീകരിക്കും. എത്രമാത്രം പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയാണ് ഈ സർക്കാർ കടന്നുപോയത് എന്നതുകൂടി നാം ഓർക്കണം. ഓഖിയുടെ രൂപത്തിൽ, നിഫയുടെ രൂപത്തിൽ, പ്രളയത്തിന്റെ രൂപത്തിൽ, പിന്നീട് കോവിഡിന്റെ രൂപത്തിൽ ഒക്കെയും കടന്നു വന്ന അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, ഇതിനെയൊക്കെയും കാര്യക്ഷമമായി ദൃഢനിശ്ചയത്തോടുകൂടി മറികടന്നുകൊണ്ട് അത് ബാധിച്ച ഓരോ ആളുകളിലേക്കും സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ള സന്ദേശം പകർന്നുകൊണ്ട് ആ ആത്മവിശ്വാസത്തിൽ ജനങ്ങളെയൊക്കെയും കൂട്ടി നിർത്തിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാടിനെ, ഈ സംസ്ഥാനത്തെ നയിച്ച സർക്കാരാണ്. അതിന് നേതൃത്വം നൽകിയ ക്യാപ്റ്റനാണ്, മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി കഴിഞ്ഞ 10 വർഷത്തെ യാത്ര അതൊട്ടും എളുപ്പമുള്ളതായിരുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പലപ്പോഴും സർക്കാരിനെതിരെയുള്ള ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾ അത് നാടിന്റെ താല്പര്യത്തിനെതിരായി നിലകൊള്ളുന്നത് നമ്മൾ കണ്ടതാണ്. ആ ഘട്ടത്തിലൊക്കെയും സർക്കാർ അതിനെ എങ്ങനെ മറികടന്നു എന്നുള്ളത് നാം കണ്ടതാണ്. അതിനോടൊപ്പം തന്നെയാണ് അതികഠിനമായ കേന്ദ്ര അവഗണന ഈ സംസ്ഥാനം നേരിടുകയും ചെയ്തത്. BJP ഇതര സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന അവഗണന അത് കേരളത്തിന്റെ കാര്യത്തിൽ അല്പം കൂടി തീവ്രമായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. സകല വിഷയങ്ങളിലും, എല്ലാ വിഷയങ്ങളിലും അത് നമ്മൾ കണ്ടതാണ്. സാമ്പത്തികമായി പോലും സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കാനുള്ള കേന്ദ്രത്തിന്റെ നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് സംസ്ഥാനം പോകുന്നതും നമ്മൾ കണ്ടതാണ്. പക്ഷെ അവിടെ നിന്നൊക്കെ എത്ര കാര്യക്ഷമമായി അതിനെയൊക്കെയും പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ഈ സംസ്ഥാനത്തിനായി, ഈ സർക്കാരിനായി എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് എന്തു നേടി LDF സർക്കാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എന്നതിന്റെ മറുപടി കൂടിയായി മാറുന്നത്. അതാണ് കഴിഞ്ഞ എത്രയോ ദിവസങ്ങളിലായി സംസ്ഥാനത്തെമ്പാടുമുള്ള ഈ സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഇത് അദ്ദേഹം പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് നിറഞ്ഞ അഭിവാദ്യങ്ങളുടെ നടുവിലൂടെ കടന്നു വരികയാണ്. മുഖ്യമന്ത്രിയെ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് നമുക്ക് സ്വീകരിക്കാം. പുത്തൻ കേരളത്തിൻ്റെ പ്രതീക്ഷയായിട്ടുള്ള, കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രിയെ നമുക്കെല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സ്വീകരിക്കാം. എല്ലാവരും പ്രകാശം പ്രദർശിപ്പിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി 10ാം വർഷത്തിലേക്ക്, 1ഉം 2ഉം പിണറായി ഗവൺമെൻറ്റുകൾ 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി, നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി, ഒരു വൈജ്ഞാനിക സമൂഹമായി ആധുനിക കേരളത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഏറെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള, ആവേശകരമായിട്ടുള്ള കാഴ്ചയാണ് പ്രിയമുള്ളവരെ നമ്മൾ കാണുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇതാ വേദിയിലേക്ക് കടന്നു വരികയാണ്. വേദിയിലേക്ക് കടന്നു വരുന്നു. ആയിരങ്ങളുടെ അഭിവാദ്യങ്ങൾ, ആയിരങ്ങളുടെ സ്നേഹാഭിവാദ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഏറെ ബഹുമാന്യനും പ്രിയങ്കരനുമായിട്ടുള്ള മുഖ്യമന്ത്രി ഇതാ വേദിയിലേക്ക് കടന്നു വരികയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാ പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെയാണ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള സമാപന സമ്മേളനത്തിന്റെ വേദി. ആയിരങ്ങൾ അവിടെ തടിച്ചുകൂടിയിട്ടുള്ളത് നമുക്ക് കാണാം. മുഖ്യമന്ത്രി ഈ തുറന്ന വാഹനത്തിൽ റാലിയായി പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ കാണാനും അഭിവാദ്യം ചെയ്യാനും റോഡിനിരുവശവും
നിരവധി പേർ, നൂറുകണക്കിന് ആളുകൾ തിങ്ങിക്കൂടി നിന്നതും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രി പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് എത്തിച്ചേരുകയാണ്. സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ച ജനങ്ങളെ കേട്ട്, അത് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടിയായിരുന്നു. ഇപ്പോൾ ഈ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായുള്ള ചടങ്ങുകളിൽ മാത്രമല്ല, അതിനു മുൻപും എത്രയോ തവണ മന്ത്രിമാരും മന്ത്രിസഭ ഒന്നാകെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ച് ജനങ്ങളെ കേട്ട് അവരുടെ അഭിപ്രായങ്ങളും ആശങ്കകളും ഒക്കെയും കേട്ട് അതിന് പരിഹാരം നിർദ്ദേശിച്ച് പരിഹാര മാർഗങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായും സമാനമായ കാഴ്ചകൾ ഉണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രി ഇപ്പോൾ ഇതാ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ജനങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. പിണറായി വിജയനെ ഈ നിലയിലേക്ക് മാറ്റിയ, പിണറായി വിജയനാക്കി മാറ്റിയ, നവകേരളത്തിന്റെ ശില്പിയാക്കി മാറ്റിയ ജനങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് വേദിയിലേക്ക് എത്തുകയാണ്.